ഖത്തറിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഉത്സവമായി മാറി പാസേജ് ടു ഇന്ത്യ ഫെസ്റ്റ്. 2000-ഓളം കലാകാരന്മാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ എംബസിയുടെ അപ്പെക്സ് ബോഡിയായ ICC ആയിരുന്നു സംഘാടകർ. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഖത്തർ ഇസ്ലാമിക് മ്യൂസിയത്തോട് ചേർന്ന മിയാ പാർക്കിൽ ഉത്സവ പ്രതീതിയായിരുന്നു 3 ദിനം. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ വിളിച്ചോതിയ വേദി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1800-ലേറെ കലാകാരന്മാർ 3 രാത്രികൾ കലാസ്വാദകരെ ആനന്ദിപ്പിച്ചു. ലധികം കലാകാരികളും കലാകാരന്മാരും ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളെയും നമ്മുടെ കലാരൂപങ്ങളെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ് ഇവിടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ മഹത്തായ സംസ്കാരത്തിൻ്റെ, നമ്മുടെ മഹത്തായ കലയുടെ ഒരു പരിചയം തന്നെ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ എംബസിയുമായി ചേർന്ന് ദോഹയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി കാത്തുവെക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇന്ത്യക്കാരെ മാത്രമല്ല നിങ്ങൾ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി നമ്മുടെ ഈ കലാവിരുന്ന് ആസ്വദിക്കുകയാണ്. മെഗാ തിരുവാതിരയും ഒപ്പനയും കളരിയും തുടങ്ങി വൈവിധ്യങ്ങളോടെ മലയാളി സമൂഹം പാസേജ് ടു ഇന്ത്യയ്ക്ക് മിഴിവേകി. കൈയടിച്ചും ഒപ്പം നൃത്തം ചെയ്തും സദസ്സ് പൂർണ്ണ പിന്തുണ നൽകി. ആർട്ടിസ്റ്റുകൾക്കും നല്ലൊരു അവസരമാണ് പാസേജ് ടു ഇന്ത്യ വരുന്നത്. എല്ലാ കൾച്ചറലും സ്കൂളുകൾക്കും എല്ലാ ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പരിപാടിയൊക്കെ കൊള്ളാം, അടിപൊളി, കളർഫുൾ കിട്ടു. പ്രവാസി കലാകാരന്മാർക്കുള്ള മികച്ച അവസരം കൂടിയായി പാസേജ് ടു ഇന്ത്യ. നിറഞ്ഞ സദസ്സിനു മുന്നിൽ മികവ് കാട്ടാനുള്ള സുവർണാവസരം. ഭയങ്കര അമേസിംഗ് ആയിരുന്നു. ഒരു എക്സ്പീരിയൻസ്. എല്ലാ ഡാൻസ് ഫോമും കാണാൻ പറ്റി. ഞാൻ ഇതിനു മുമ്പ് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി ഇന്ത്യൻ കാഴ്ചകളെല്ലാം പാസേജ് ടു ഇന്ത്യയുടെ ഭാഗമായി. ഇന്ത്യയുടെ രുചിഭേദങ്ങൾ അറിയാനുള്ള അവസരവും മിയാ പാർക്കിലുണ്ടായിരുന്നു. So we have different collections starting from 92.5 sterling silver to the clothing which is very traditional and the jewelry with it, the matching jewelry. Come visit us and join us here. We will have different designs and right from Swarovski, Van Cleef to all Bulgari cartiers, including all the traditional Rajasthani group. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം, ബഹിരാകാശ നേട്ടങ്ങൾ, ഇന്ത്യൻ ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം എന്നിവയും സന്ദർശകരെ ആകർഷിച്ചു. ഖത്തറിൽ ദീർഘകാല പ്രവാസികളായിരുന്ന ഇന്ത്യക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ഖത്തറിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യവും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡോഗ് ഷോയും ഇന്ത്യ ഖത്തർ സൗഹൃദത്തിൻ്റെ നേർക്കാഴ്ചകളായി. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.